ഇപ്പോൾ മാവൂർ റോഡ് ശ്മശാനത്തിൽ CK വിജയൻ ചേരുന്നു. CK, അല്പസമയത്തിനുള്ളിൽ സിതാരയിൽ നിന്ന് വിലാപയാത്ര ആരംഭിക്കുന്നതാണ്. അവിടെ ആരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇപ്പോൾ പ്രധാനമായും? അവിടെ ജീവിതത്തിൻ്റെ പല തുറകളിൽപ്പെട്ട, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും, സമസ്ത തുറകളിൽ നിന്നുമുള്ള ആൾക്കാർ അദ്ദേഹത്തെ കാണാൻ വേണ്ടി എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും ഒരു പക്ഷേ ഉദ്ദേശിച്ച സമയത്തിനകം അവിടെ നിന്ന് മൃതദേഹം ഈ പറയുന്ന മാവൂർ റോഡ് ക്രിമറ്റോറിയത്തിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്ന് തന്നെ സംശയമുണ്ട്. കാരണം അത്രമാത്രം ആൾക്കാർ ഇപ്പോൾ വൈകിട്ടോടുകൂടി അവിടെ എത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്ങനെയൊക്കെ ആയാലും 4 മണിയോടുകൂടി മൃതദേഹം അവിടെ നിന്ന് മാറ്റുകയും തുടർന്ന് നേരെ ഈ സ്മൃതി പദത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. മാവൂർ റോഡ് ക്രിമറ്റോറിയത്തിലേക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ചേംബറിൽ, അതായത് ഈ ഗ്യാസ് കൊണ്ട് നിർമ്മിച്ച ഈ ചേംബറിൽ മൃതദേഹം എത്തിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ വളരെ കുറച്ച് സമയം മാത്രമേ ആവശ്യമുള്ളൂ. അത് തികച്ചും പൂർണ്ണമായും അത് ജ്വലിച്ച് കഴിയുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതൊരു കേവലം ചാരമായി മാറുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള ആധുനികമായ സൗകര്യങ്ങളോടുകൂടിയുള്ള ഒരു ക്രിമറ്റോറിയമാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിലാണ് ഇന്നിപ്പോൾ MT വാസുദേവൻ നായരുടെ മൃതദേഹം സംസ്കരിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഇതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നേരത്തെ മുതൽ തന്നെ, ഇന്ന് രാവിലെ മുതൽ തന്നെ ഇതിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ നടത്തി വരികയാണ്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ നടത്തുകയും അതിപ്പോൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങളും പൂർത്തിയായി. ഇനിയും മൃതദേഹം അവിടെ നിന്നും വിലാപയാത്രയായി നേരെ മാവൂർ റോഡ് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിലൂടെ വന്ന് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തുകൂടെ നേരെ ഈ ക്രിമറ്റോറിയത്തിലേക്ക് പ്രവേശിക്കുകയാകും ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് സർക്കാരിൻ്റെ ഔദ്യോഗികമായ ഒരു ഗാർഡ് ഓഫ് ഓണർ നൽകും. അത് ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഹാളിൻ്റെ ആദ്യ ഭാഗത്തായിട്ട് അവിടെ അതിനുള്ള ഒരുക്കങ്ങളുണ്ട്. സർക്കാരിൻ്റെ എല്ലാ ഔദ്യോഗിക ബഹുമതികളോടും കൂടിയാണ് ഈ മൃതദേഹം സംസ്കരിക്കാൻ വേണ്ടി പോകുന്നത്. അത് കഴിഞ്ഞാൽ അതൊരു ചെറിയ ചടങ്ങാണ്. ആ ചടങ്ങ് കഴിഞ്ഞാൽ പിന്നീട് മതപരമായ ചെറിയ കർമ്മങ്ങളുണ്ട്, ഈ മൃതദേഹത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ. ആ കർമ്മങ്ങൾ കൂടി ചെയ്തു കഴിഞ്ഞാൽ നേരെ മൃതദേഹം നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ ചേംബറിലേക്ക് കൊണ്ടുവരികയും അവിടെ സംസ്കാര ചടങ്ങുകൾ നടത്തുകയും ചെയ്യും. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മലയാളിയുടെ നൊമ്പരമായി ആശുപത്രിയിൽ കഴിയുകയും അതിനുശേഷം ഇന്നലെ രാത്രി 10 മണിയോടുകൂടി മരണം സ്ഥിരീകരിക്കുകയും ചെയ്ത കേരളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ MT വാസുദേവൻ നായർ അങ്ങനെ മണ്ണിൽ ലയിച്ചു ചേരുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു പിടി ചാരമാകാൻ വേണ്ടി പോകുന്നു. നമ്മുടെ ഓർമ്മകളിലേക്ക് മാത്രമായി ചുരുങ്ങുന്നു. ഏതൊരു മലയാളിയെ സംബന്ധിച്ചിടത്തോളവും, അക്ഷരജ്ഞാനിയെ അറിവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളവും എങ്ങനെയൊക്കെ നോക്കിയാൽ പോലും MT വാസുദേവൻ നായർ എന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ എവിടെയെങ്കിലും ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു അനുഭവത്തിലുണ്ടാകും. ഒന്നുകിൽ ഒരു പുസ്തക വായന, അല്ലെങ്കിൽ ഒരു പ്രസംഗം, അല്ലെങ്കിൽ ഒരു സിനിമ. അത്തരത്തിൽ പല പല മേഖലകളിൽ, പല ജീവിത മേഖലകളിലേക്ക് തുറന്നു വെച്ച വാതായനങ്ങൾ, 1000 വാതിലുകളുള്ള ഒരു കൊട്ടാരമായിരുന്നു MT വാസുദേവൻ നായർ. ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതിഭ എല്ലാ ഇടങ്ങളിലേക്കും പ്രതിഫലിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നേരത്തെ ഓരോ വ്യക്തികൾ അവിടെ വന്ന് ചെന്ന് കണ്ടപ്പോഴും അവർ MTയെക്കുറിച്ച് പറയാൻ അവർക്ക് 1000 കാര്യങ്ങളുണ്ട്. ഒരു മരിച്ച വീടിൻ്റെ മുന്നിൽ വെച്ച് അവർ അത് സംസാരിക്കുന്നത് അങ്ങേയറ്റത്തെ വൈകാരികമായ അച്ചടക്കത്തോടും നിയന്ത്രണത്തോടും കൂടിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടിയായിരുന്നു മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തുകയും ഈ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങുകയും ചെയ്തത്. ഈ മടങ്ങുന്ന സമയത്ത് ഞങ്ങൾ മോഹൻലാലിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ടായിരുന്നു. അത് ഭീമസേനൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ, അതായത് 2-ാം ഊഴം എന്ന് പറയുന്ന സിനിമ ആക്കാൻ കഴിയാത്തതിൽ താങ്കൾക്ക് വിഷമമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ആ ചോദ്യത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു മാറുകയായിരുന്നു. കാരണം അതിന് വിശദീകരിക്കാൻ പോലും വൈകാരികമായി പ്രാപ്തിയില്ലാത്തൊരു മോഹൻലാലിനെ നമ്മളവിടെ കണ്ടു. അത്തരം കാര്യങ്ങളൊന്നും ഇപ്പോൾ എനിക്കിവിടെ വെച്ച് സംസാരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു യഥാർത്ഥത്തിൽ. കാരണം നമുക്ക് അങ്ങനെ പറയാനുള്ള കാരണം, ഭീമസേനനെക്കുറിച്ച് MT വാസുദേവൻ നായരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൃതി ഏതാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 2-ാം ഊഴമാണ് എന്നും അതിൽ ഭീമസേനൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെക്കുറിച്ചാണ് എന്നും മോഹൻലാൽ വളരെ വിശദമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, മോഹൻലാൽ ഭീമസേനനെ MT വാസുദേവൻ നായർ അവതരിപ്പിച്ചത് വലിയ ആകാര ശരീരത്തോടു കൂടി, അല്ലെങ്കിൽ ആകാരത്തോടു കൂടിയുള്ള ഒരു മനുഷ്യനായിട്ടാണ് എങ്കിൽ അദ്ദേഹത്തിന്
അതിനേക്കാളും അദ്ദേഹത്തിൻ്റെ ഉള്ള് അതിലും വിപുലമായ രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നും മന്ദ എന്ന വിളി തൻ്റെ കാതിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട് എന്നുമായിരുന്നു മോഹൻലാൽ നേരത്തെ ഇത് സംബന്ധിച്ച ഓർമ്മ പുതുക്കിയിട്ടുള്ളത്. അത്തരത്തിൽ ഒരുപാട് ഓർമ്മകൾ ഓരോ ആളിനുള്ളിലും അവശേഷിപ്പിച്ചുകൊണ്ട് വർഷങ്ങളോളം നിലനിൽക്കാൻ പാകത്തിൽ ഊർജ്ജവും പ്രസരിപ്പുമുള്ള കഥാപാത്രങ്ങൾ ഇനിയും ഒരുപാട് അവശേഷിപ്പിച്ചുകൊണ്ട് കൂടിയാണ് MT വാസുദേവൻ നായർ ചെല്ലുന്നത്. ഏതൊരു പുസ്തകത്തെ സ്നേഹിക്കുകയോ അല്ലെങ്കിൽ വായനാശീലമുള്ള ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ബുക്ക് സ്റ്റാളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ആ വ്യക്തിയെ അങ്ങോട്ട് ആഗിരണം ചെയ്യുന്ന രീതിയിലുള്ള പുസ്തകങ്ങളാണ് ഏത് പുസ്തക സ്റ്റാളിലും ഉണ്ടാവുക. ഏറ്റവും മുൻനിരയിൽ തന്നെ ഉണ്ടാകും. അതിൽ